iOS 16 നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളുമായി ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫയൽസ് ആപ്ലിക്കേഷനിലൂടെ വന്നിരിക്കുന്ന 7 മാറ്റങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ ആദ്യം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇമേജസോ MP3 ഫയൽസോ PDF ഒക്കെ നമ്മൾ ഫയൽസ് ആപ്ലിക്കേഷനിലേക്ക് സേവ് ചെയ്യുമ്പോൾ നമുക്ക് സേവ് ചെയ്യുന്നതിന്റെ അടുത്തായിട്ട് ഇങ്ങനൊരു പുതിയ ഐക്കൺ കാണുന്നതാണ്. അതിൽ നമ്മൾ ടാപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് ടാഗാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് കൊടുക്കാം. ഉദാഹരണം ഞാൻ വർക്ക് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ജോലി സംബന്ധമായിട്ട് ഒരു കാര്യമാണ് ഇത് എന്നിവിടെ തീരുമാനിക്കും. പുതിയൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഹലോ എന്നൊരു ടാഗ് കൊടുത്തു. ഒരു ഫയലിന് തന്നെ ഒന്നിൽ കൂടുതൽ ടാഗ് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇതിനെ ടാഗ് ചെയ്തതിനു ശേഷം ഡൺ കൊടുത്തിട്ട് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയലിൽ അത് സേവ് ആകുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ഫയൽസ് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വശത്തായി കാണുന്ന ടാഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഏതൊക്കെ ടാഗ് ക്ലിക്ക് ചെയ്താലും ആ ടാഗിലെല്ലാം ആ ഒരു ഇമേജ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഫയൽസ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലഭിക്കേണ്ട ഫയൽസോ ഇമേജസോ ഒക്കെ കൃത്യമായിട്ട് ലഭിക്കുവാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫയൽസ് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ ഒരു മാറ്റം നമ്മുടെ ഫയൽസ് കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇമേജസോ MP3 ഫയൽസോ ഒക്കെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു ഫോൾഡർ കൊടുക്കാൻ പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ടാവും. ഉദാഹരണം തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു സിപ്പ് ഫയലാണ്, ഇതൊരു ഇമേജ് ആണെന്ന് തോന്നുന്നു, അതേപോലെ ഇതൊരു ടെക്സ്റ്റ് ഫയലോ, അങ്ങനെ പല രീതിയിലുള്ള ഫയൽസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് ഉദാഹരണം ഈ ഒരു ഫയൽസിനെ പ്രത്യേക ഒരു ഫോൾഡറിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്തതിനു ശേഷം ന്യൂ ഫോൾഡർ വിത്ത് ഐറ്റം എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു ഫയലിന് ഒരു പേര് കൊടുത്തതിന് ശേഷം നമുക്കത് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഓർഗനൈസ്ഡ് അല്ലാതെ കിടക്കുന്ന പല ഫയൽസിനെ ഒരു ഫോൾഡറിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഫയൽസ് ഇതേപോലെ സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഫോൾഡർ വിത്ത് അത്രയും നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഫോൾഡറിന് പേര് കൊടുത്ത് നമ്മുടെ ഫയൽസ് ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കുന്നതാണ്. ഫയൽസ് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന പുതിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽസ് ഇതേപോലെ സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് മാർക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഒരു ഇമേജിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതേ ഓപ്ഷനിൽ തന്നെ റൊട്ടേറ്റ് ലെഫ്റ്റ്, റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറയുന്ന ഇമേജ് എഡിറ്റിംഗിന്റെ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൺവേർട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷന് ലഭിക്കുന്നുണ്ട്. കൺവേർട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ JPEG ഫോർമാറ്റിലോ അല്ലെങ്കിൽ PNG ഫോർമാറ്റിലോ ഒക്കെ പെട്ടെന്ന് തന്നെ ഒരു ഇമേജിനെ മാറ്റുവാൻ കഴിയുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫയൽസ് ഇതേപോലെ സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് ആ സെലക്ട് ചെയ്ത ഇമേജസിനെ എല്ലാം ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അതേപോലെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. കൂടാതെ തൊട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് PDF ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത്രയും ഇമേജസിനെ ഒരു PDFലേക്ക് മാറ്റുവാൻ കഴിയുന്നതാണ്. ഈ ഒരു ഓപ്ഷനിൽ വന്നിരിക്കുന്ന മറ്റു പ്രധാന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഫയൽസ് സെലക്ട് ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് ഇമേജസ് സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നതിന് ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ഇത്രയും ഇമേജസിന്റെയും ബാക്ക്ഗ്രൗണ്ടുകൾ ഒരുമിച്ച് റിമൂവ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. ഈ ഓപ്ഷനും അതേപോലെ ഞാൻ ഇതിനു മുമ്പേ കാണിച്ച ട്രാൻസ്പെറന്റ് ഐക്കൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരുപാട് ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫയൽസ് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം നമ്മൾ ഏതെങ്കിലും ഒരു PDF ഫയലിലേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷന് താഴെയായിട്ട് ഒപ്റ്റിമൈസ് ഫയൽ സൈസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഉദാഹരണം ഇപ്പോൾ ഈ ഒരു ഫയലിന്റെ സൈസ് എന്ന് പറയുന്നത് 551 KB ആണ്. നമുക്ക് ഒരു ഫയലിനെ മാക്സിമം കംപ്രസ് ചെയ്ത് സൈസ് റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കും. ഞാൻ ഇതേ ഓപ്ഷനിൽ വന്നതിന് ശേഷം ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ഒപ്റ്റിമൈസ് ഫയൽ സൈസ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ടാമതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫയലാണിത്. ഒന്ന് നോക്കിക്കേ, ഇതിന്റെ ഫയൽ സൈസ് 551 KB ആണെങ്കിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത ഫയലിന്റെ സൈസ് വെറും 223 KB മാത്രമാണ്. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ക്ലാരിറ്റി കുറഞ്ഞതായിട്ടൊന്നും തോന്നിയില്ല. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഒരുപാട് PDFs ഒരുമിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് PDF ഫയൽസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ നേരെ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുകയാണ്. ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനകത്ത് നേരത്തെ നമ്മൾ ഇതേപോലെ കാണുന്ന ഓരോ ഷോർട്ട് കട്ടിനൊപ്പവും അതിൽ എത്ര ആക്ഷൻസ് ഉണ്ടെന്നുള്ളത് നേരത്തെ നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. പക്ഷെ ആ ഒരു ആക്ഷൻ എന്നത് ഇപ്പം ലഭിക്കുന്നതല്ല. അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ഗ്രിഡ് ഓപ്ഷൻ മാറ്റി ലിസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ പെട്ടെന്ന് എടുക്കാൻ കഴിയും. ഇത് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഷോർട്ട് കട്ട്സ് കണ്ടെത്തുവാൻ സഹായിക്കുന്നതാണ്. മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ഇതേപോലെ ലിസ്റ്റിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓരോ ഷോർട്ട് കട്ടിനൊപ്പവും എത്ര ആക്ഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാന മാറ്റം നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ടിന്റെ ആക്ഷൻ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ കഴിയുന്നതാണ്.
ഈ ഒരു ആരോ മാർക്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിന്റെ ഐക്കൺസ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ പുതിയ ഐക്കൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ സിമ്പിൾസ് എല്ലാം നമുക്ക് ഈ ഒരു സെർച്ച് ബാർ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കണ്ടെത്താനും കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതേ ഓപ്ഷനിൽ വന്നതിന് ശേഷം നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കാം. നിങ്ങളുടെ അടുത്തൊരു ഐക്കൺ പാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഐക്കൺ പാക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഐക്കൺ പാക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഐക്കൺ പാക്ക് സെലക്ട് ചെയ്യാണ്, ആഡ് കൊടുത്തു. അപ്പോൾ ആ ഒരു ഫയൽ നമ്മുടെ ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു കസ്റ്റമൈസേഷനിൽ നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇതേപോലൊരു ബാനർ വരുന്നുണ്ട്. ഈ ഒരു ബാനർ റിമൂവ് ചെയ്യാൻ iOS 15 ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കഴിയുമായിരുന്നു. എന്നാൽ iOS 16 ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പക്ഷേ iOS 16 നിങ്ങൾക്ക് ഈ ഒരു ബാനർ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം മാത്രമേ നമുക്കിനി ചെയ്യാൻ കഴിയുള്ളൂ. സെറ്റ് വോയിസ് ഓവർ എന്ന് പറയുന്ന ആക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വോയിസ് ഓവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ആക്ഷൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഈ ഒരു വോയിസ് ഓവർ എന്ന് പറയുന്ന ആക്ഷൻ കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കുക. നിങ്ങളുടെ ഐക്കൺ പാക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു ഐക്കണെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ഞാനിപ്പോൾ ആഡ് ചെയ്ത ഐക്കൺ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഞാനിന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നമുക്ക് ആ ഒരു ബാനർ ഓപ്ഷൻ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന പോലല്ല ഇതിന്റെ ആനിമേഷൻ വരുന്നത്. ചെറുതായിട്ടൊരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് മാറിപ്പോകുന്നതാണ്. ഇത് മാത്രമേ നമുക്ക് ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബാനർ റിമൂവ് ചെയ്യാൻ, അതായത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തവരാണെങ്കിൽ ബാനർ റിമൂവ് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്കിനി മെയിൽ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൽ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 സെക്കൻഡിനുള്ളിൽ ആ ഒരു മെയിൽ അൺഡു ചെയ്യാനൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അൺഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചിരിക്കുന്ന മെയിൽ തിരിച്ചെടുക്കാനൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനായി നമുക്ക് നേരെ സെറ്റിംഗ്സ് ആപ്ലിക്കേഷനിൽ പോകാം. ഇവിടെ മെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണുന്ന ഏറ്റവും താഴത്തെ ഓപ്ഷനായ അൺഡു സെൻഡ് ഡിലേ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഇവിടെ ഓഫ് എന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10, 20, 30 സെക്കൻഡ് ഇതിനകത്ത് 30 സെക്കൻഡ്സ് വരെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഉദാഹരണം നിങ്ങൾ 10 സെക്കൻഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെയിൽ 10 സെക്കൻഡ് കഴിഞ്ഞ് മാത്രമേ നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റൊരാൾക്ക് പോകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന മെയിൽ അൺഡു ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അതിനെ തിരിച്ചെടുക്കുവാൻ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഏറ്റവും മാക്സിമം സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്. അതായത് 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. iOS 16 പുതിയ ചില മാറ്റങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. ഉദാഹരണം നമ്മളൊരു മെയിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബ്ലോക്ക് സെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെയിൽ ഐഡിയിൽ നിന്ന് നമുക്ക് മെയിലുകൾ വരാതിരിക്കുവാൻ ഇത് നമ്മളെ സഹായിക്കും. അതേപോലെ മറ്റു കുറച്ച് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നമ്മളൊരു മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയായി കാണുന്ന ഈ ഒരു ആരോ ഓപ്ഷനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കുറച്ച് ഓപ്ഷൻസ് വരുന്നതാണ്. ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് നേരത്തെ പറഞ്ഞ ബ്ലോക്ക് സെൻഡർ എന്ന് പറയുന്ന ഓപ്ഷനും അതേപോലെ റിമൈൻഡ് മീ എന്ന് പറയുന്ന ഓപ്ഷനുമാണ്. റിമൈൻഡ് മീ എന്ന് പറയുന്ന ഓപ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തേക്ക് ഈ ഒരു മെയിൽ വീണ്ടും നമ്മുടെ മെയിൽ ബോക്സിൽ വന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് പോലെ വേണമെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടൈം എടുത്ത് ആ കൊടുക്കുന്ന ടൈമിൽ വീണ്ടും നമുക്കൊരു റിമൈൻഡർ പോലെ ഇതേ മെയിൽ ഐ ഡി നമുക്ക് വരുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിമൈൻഡ് മീ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനായിട്ട് അത്രയും ഓപ്ഷൻസിലൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഒരു മെയിൽ റൈറ്റിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് റിമൈൻഡ് മീ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഡേറ്റും ടൈമും കൊടുത്ത് ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഒരു റിമൈൻഡർ വരുന്നത് പോലെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുവാൻ കഴിയും. ഇമെയിൽ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു പുതിയ മാറ്റം നമ്മൾ ഇനി ഒരു മെയിൽ അയക്കുമ്പോൾ നമുക്ക് ഒരു കൃത്യസമയത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് ആ ഒരു മെയിൽ അയക്കാൻ കഴിയും. ഉദാഹരണം ഞാനിപ്പോൾ ഒരു മെയിൽ ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്തു, എനിക്കത് ഇപ്പോഴല്ല അയക്കേണ്ടത്, പിന്നീട് ഒരിക്കലാണ് അയക്കേണ്ടത് എങ്കിൽ ഈ സെൻഡ് ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈമും ഡേറ്റിലുമാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഡേറ്റും അതേപോലെ ടൈമും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ നിങ്ങളുടെ കൊളീഗ്സിനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയിലുള്ള കസ്റ്റമേഴ്സിന് കൃത്യ ദിവസങ്ങളിൽ ബർത്ത്ഡേ വിഷസോ ആനിവേഴ്സറി വിഷസോ ഒക്കെ നമ്മൾ മറന്നു പോയാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അയക്കുവാൻ കഴിയും. ഇനി iMessageൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് നേരത്തെ മെയിൽ ആപ്ലിക്കേഷനിൽ ഉള്ളതുപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഒരു മെസ്സേജ് തിരിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും. അതായത് നമ്മൾ അയച്ച മെസ്സേജ് നമുക്ക് അൺഡു ചെയ്യാൻ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇതേപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് അയച്ചത് എഡിറ്റ് ചെയ്യുവാനും പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇതേപോലെ ഗ്രീൻ മെസ്സേജസിൽ വരില്ല. ഇതൊരു SMS മാത്രമാണ്. iMessageൽ പോലെ ഇതേപോലെ ബ്ലൂ കളർ മെസ്സേജസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു രണ്ട് ഓപ്ഷൻസും ലഭിക്കുന്നത്.